ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചക്ക എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ചക്ക എരിശ്ശേരി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ പച്ച ചക്കയിൽ ഒരു 15ഓളം കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ കുരുവൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യണം, അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ചക്കക്കുരു വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ചക്കക്കുരു കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നാൽ ശരി, നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് കുക്കറിലേക്ക് മാറ്റിയിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ചക്ക കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചക്കക്കുരു കൂടി ചേർക്കുകയാണ്. ഒരു 10ഓളം ചക്കക്കുരു 2 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർക്കാം. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. അപ്പോൾ ഉപ്പ് പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം ചെറിയൊരു അളവിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർക്കുകയാണ്. വെള്ളം ഒരുപാട് കൂടി പോകരുത്, എങ്കിൽ പിന്നെ ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് ഒരുപാട് ലൂസായി പോകും. നമ്മുടെ ഈ ചക്ക വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിപ്പോകും. പക്ഷേ നമ്മുടെ ചക്കയും ചക്കക്കുരു ഒന്നും വെന്ത് കിട്ടില്ല, അതിൻ്റെ പേരിലാണ്. ഇതിലിപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ് പ്രഷറും അങ്ങനെ ഇരുന്നൊന്നും പോയതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ പ്രഷർ കംപ്ലീറ്റ് പോകുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങ അരപ്പും കൂടി അരച്ചെടുക്കാം. തേങ്ങ മിക്സിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഒരു 1/2 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതുപോലെ ചെറിയ ഒരു ഉള്ളിയും കൂടി, അതുപോലെ പിന്നെ വേണ്ടതാണ് 2 ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടി. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ചക്കയുടെ അളവ് വന്നിട്ട് വളരെ കുറവായതിൻ്റെ പേരിലാണ് ഒരു പച്ചമുളക് ചേർക്കുന്നത്. കൂടെ തന്നെ ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ ചക്ക വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ കൂടുതൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ ചെറിയ തരിയോടുകൂടി തന്നെ അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ തന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചക്കയും ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വെന്തുടഞ്ഞ് പോകും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ലതുപോലെ അങ്ങനെ ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അതെല്ലാം ചെറിയ രീതിയിൽ നമ്മുടെ ചക്കയും ചക്കക്കുരുവൊക്കെ അങ്ങനെ കിടക്കട്ടെ എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് കൂടി ചേർക്കുകയാണ്. തേങ്ങ അരച്ചതും ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടെ തന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ചിലർക്കൊക്കെ നമ്മുടെ ഈ ചക്ക എരിശ്ശേരി കുറച്ച് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല കട്ടിയായിട്ട് കുറുകിയിരിക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം അളവിലാണ് ഇതിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അതായത് ഒരുപാട് കട്ടിയായിട്ട് കുറുക്കി എടുക്കുന്നില്ല, അതേപോലെ തന്നെ ഒരുപാട് ലൂസാക്കിയും എടുക്കുന്നില്ല. ഒരിടയ്ക്കുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്.
ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചക്കയും ചക്കക്കുരുവൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊന്നുകൂടി നിങ്ങൾക്ക് ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു അത്യാവശ്യം വലിയൊരു തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ സ്മാഷർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചക്ക എരിശ്ശേരി അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിലാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ആ ഉപ്പ് കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാവുന്നതാണ്. താളിപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണം നമ്മൾ താളിക്കാനായിട്ട് ചേർക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതിന് മുന്നേ തന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയാണ്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചിരകിയെടുത്ത തേങ്ങയും കൂടി ഒരു 1/4 കപ്പ് അളവിൽ മാത്രം മതിയാവും. ഒരുപാട് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വളരെ കുറച്ച് തേങ്ങ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വറന്ന് കിട്ടിക്കോളും. ഇതുപോലെ തേങ്ങയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകും കൂടിയാണ്. ഒരു 4 വറ്റൽമുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുകയാണ്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില ലാസ്റ്റിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചക്ക എരിശ്ശേരിയും കൂടി ഈ താളിപ്പിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചക്ക എരിശ്ശേരിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക എരിശ്ശേരി ആയിരിക്കും എന്ന്. ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്കിത് എന്തിൻ്റെ കൂടെയൊക്കെയാണ് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്നതെന്ന്. നല്ല ചൂട് ചോറും ഒരല്പം ചക്ക എരിശ്ശേരിയും അതുപോലെ തന്നെ സൈഡിൽ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.